ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ നേട്ടങ്ങളെ അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. ഓരോ വർഷവും മാർച്ച് 8-ന് ഈ ദിനം ആചരിക്കുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടങ്ങളും അവരുടെ വിജയങ്ങളുമായുള്ള സ്മരണ പുതുക്കാൻ ഈ ദിനം ഉപയോഗിക്കുന്നു. ലിംഗസമത്വമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ചർച്ചകൾക്കും ഈ ദിനം വേദിയാകും. ചരിത്രപരമായും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ തൊഴിൽ സംബന്ധമായ ന്യായങ്ങൾക്കായി വനിതകൾ നടത്തിയ പ്രക്ഷോഭങ്ങളുമായി ഇതിന്റെ ആരംഭം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസം വനിത ശാക്തീകരണത്തിന് പുതിയ വഴികൾ നിർമ്മിക്കാനുള്ള ആഹ്വാനമായി മാറിയിരിക്കുന്നു. 1911 ജർമ്മനിയിൽ നിന്നുള്ള ക്ലാര സെക്കിൻ ആണ് ഈ ദിനാചരണം ആദ്യമായി സംഘടിപ്പിച്ചത്. 1857 ജർമ്മനിയിലെ വീഡറാവിലാണ് സെക്കിൻ ജനിച്ചത്. അവൾ അധ്യാപികയായി പരിശീലനം നേടിയ ശേഷം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുമായി ബന്ധപ്പെട്ടു പ്രവർത്തിച്ചു. സെക്കിൻ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെയും സ്ത്രീ പ്രസ്ഥാനത്തിന്റെയും ഭാഗമായിരുന്നു. 1880കളിൽ സോണൽ ആശയവിനിമയത്തിന്റെ ഭരണാവസ്ഥാ സമ്മർദ്ദങ്ങളാൽ അവൾ സ്വിറ്റ്സർലൻഡിലേക്കും ഫ്രാൻസിലേക്കും വിക്ഷിതയായി. അവൾ നിരോധിത സാഹിത്യങ്ങൾ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കാലത്തെ പ്രമുഖ സോഷ്യലിസ്റ്റുകളെ കണ്ടുമുട്ടി. സെക്കിൻ സോഷ്യലിസ്റ്റ് ഇന്റർനാഷണലിന്റെ രൂപീകരണത്തിലും പ്രധാന പങ്കുവഹിച്ചു. ജർമ്മനിയിൽ തിരിച്ചെത്തിയ ശേഷം 1892 മുതൽ 1917 വരെ അവൾ ഡൈ ഗ്ലൈചേറ്റ് സമത്വം എന്ന പത്രത്തിന്റെ പത്രാധിപരായി പ്രവർത്തിച്ചു. എസ്പിഡിയിലുള്ള പ്രവർത്തനം റോസ് ലോക്സംബർഗുമായി അടുത്ത ബന്ധമായിരുന്നു. 1910-ലെ അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് വിമൻസ് കോൺഗ്രസിൽ സെക്കിൻ ഫെബ്രുവരി 28-ന് എല്ലാ രാജ്യങ്ങളിലും വനിതാദിനം ആചരിക്കണമെന്ന് നിർദ്ദേശിച്ചു. സമ്മേളനത്തിൽ 17 രാജ്യങ്ങളിൽ നിന്നുള്ള 100 വനിതകൾ ഉൾപ്പെടുകയും വനിതാ ദിനാചരണമെന്ന നിർദ്ദേശം അവർ ഏകകണ്ഠമായി അംഗീകരിച്ചു. 1911 ആദ്യമായി വനിതാദിനം ആചരിച്ചു. 1913 ദിനാചരണ തീയതി മാർച്ച് 8-ലേക്ക് മാറ്റി. ഇന്നും ആ തീയതിയാണ് ഓരോ വർഷവും വനിതാദിനം ആഘോഷിക്കുന്നത്. ഓരോ സ്ത്രീയും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വെല്ലുവിളികളെ മറികടന്ന് മുന്നേറുന്ന കാഴ്ച അഭിമാനജനകമാണ്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, രാഷ്ട്രീയം, കല, കായികം തുടങ്ങി എല്ലാ മേഖലയിലും സ്ത്രീകൾ തങ്ങളുടെ സ്വതന്ത്രമുദ്ര പതിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും ലോകത്തിലെ പല ഭാഗങ്ങളിലും സ്ത്രീകൾക്ക് തുല്യാവസരങ്ങളും സുരക്ഷയും ഉറപ്പാക്കേണ്ടതുണ്ട്. ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും തുല്യമായ ബഹുമാനവും അവസരങ്ങളും നൽകുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുക നമ്മുടെ പൊതുവായ ബാധ്യതയാണ്. ഈ വനിതാ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിലെ സ്ത്രീകളുടെ പങ്കിനെ അഭിനന്ദിക്കാനും അവരുടെ സ്വപ്നങ്ങൾക്ക് കരുത്തു നൽകാനും നാം പ്രതിജ്ഞ ചെയ്യാം. മാറ്റത്തിലെ ഓരോ ചുവടും നമ്മളിൽ നിന്നാണ് തുടങ്ങുന്നത്. കരുത്തും ആത്മവിശ്വാസവും എന്റെ ഏറ്റവും വലിയ പ്രചോദനമാണ്. ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്ന എല്ലാ കരുത്തുറ്റ സ്ത്രീകൾക്കും എന്റെ ആദരം. സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനുമുള്ള എല്ലാവർക്കും വിജയാശംസകൾ. കുടുംബത്തിന്റെ വിളക്കും സ്നേഹത്തിന്റെ ഉറവിടവുമായ എല്ലാ സ്ത്രീകൾക്കും മുന്നോട്ടുള്ള ഓരോ ചുവടിലും നിനക്ക് വിജയമുണ്ടാകട്ടെ. തീം ഗിവ് ടു ഗെയിൻ സ്ത്രീകളുടെ പുരോഗതിക്കായി അറിവ്, വിഭവങ്ങൾ, സമയം, പിന്തുണ എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ. കരുത്തുറ്റ ഒരു നാളേക്കായി സ്നേഹാശംസകൾ.